ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അങ്ങനെ രേണു സുധി ഹൗസിലെത്തി ഇപ്പോൾ ഗെയിം സ്ട്രാറ്റജി തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും രേണുവിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്ലെയർ ആയിട്ട് കളിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ 6 നോറയുടെ ആ ഒരു സ്ട്രാറ്റജിയാണ് രേണു പിന്തുടരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നത്, അതുപോലെ മേക്കപ്പ് ഇടുന്നത് കാര്യങ്ങളൊക്കെയാണ് രേണു അവരുടെ ഒരു രീതിയിൽ കാണിക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും കൂടുതൽ ഒരു നെഗറ്റീവ് ഇമേജോട് കൂടെ വന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് രേണു സുധി. അതുകൊണ്ട് തന്നെ രേണുവിനെ ഒരുപാട് മറ്റു മത്സരാർത്ഥികൾ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലായിരിക്കും. എന്തായാലും രേണു വരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനായിട്ട് തന്നെ അവിടെ നിൽക്കും, ഇതൊരു ഗെയിമാണ് എന്നുള്ള കാര്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകും, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്നൊക്കെ ഇൻട്രോയിൽ രേണു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും സീസണുകളിൽ വരും എപ്പിസോഡുകളിലൊക്കെ നമുക്ക് രേണു സുധിയുടെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.